blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇതിൻ്റെ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി ലോകം എമ്പാടുമുള്ള എല്ലാവരും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഒരു വെൽവിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി പറഞ്ഞ് കർത്താവെ ഈ എപ്പിസോഡിനെ സമർപ്പിക്കുന്നു. അപ്പോൾ തന്നെ കാക്കനാട് എന്നുള്ള സ്റ്റാലു തോമസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ ഓഫീസിലൂടെ ഇമിഗ്രേഷൻ അപ്രൂവലിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അത് ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ബിസിനസ് കോൺട്രാക്റ്റുകൾ ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ കോൺട്രാക്റ്റുകളെല്ലാം തിരികെ വരുവാൻ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിച്ച് തന്നെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വർക്കല ജൂലൈ 1 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. UD ഓഡിറ്റോറിയം, പോസ്റ്റ് ഓഫീസിന് സമീപം, അമ്പലം റോഡ്, വർക്കല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജൂലൈ 2 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിന് സമീപം, തിരുവല്ല. യേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. ആരും സഹായം ഇല്ലാതെ പാരിൽ പാരം നിരാശയിൽ നീറും നേരം സഹായമില്ലാതെ പാരിൽ പാരം നിരാശയം നീറും നേരം കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ല ആരുമില്ല. കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ല ആരുമില്ല. എന്നേശുനാഥനെ, എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാശ നീയേ, എന്നാളും മന്നിൽ എന്നാളും നീ മതിയേ. ചേർന്ന് പാടാം. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. ഇനി ഇന്നത്തെ സന്ദേശത്തിലേക്ക് നാം വളരെ പെട്ടെന്ന് പോവുകയാണ്. സാധാരണ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഒത്തിരി കെസറ്റ്സ് അല്ലെ, CD-കളൊക്കെ ഞങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്, ഒത്തിരി കേൾക്കാറുണ്ട്. ഞങ്ങളുടെ കുടുംബജീവിതത്തെ പണിയാൻ വേണ്ടിയിട്ട് അതൊക്കെ പലപ്പോഴും അതിലൊരു ടൂൾസായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പല സന്ദേശങ്ങളും അങ്ങ് പലതും തുറന്നു പറയാനായിട്ടൊരു മടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും അതൊക്കെ പറയാനായിട്ട് കുറച്ചൊരു വിമ്മിഷ്ടം കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സന്ദേശം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം വളരെ പ്രാക്ടിക്കലായിട്ട്, അപ്പോൾ തന്നെ വളരെ തുറന്ന്, വളരെ എന്താ പറയുക, തമാശ രൂപേണ ഒക്കെയാണ്, വളരെ രസാവഹമായിട്ട് ലളിതമായിട്ടുള്ള വാക്കുകളിലാണ് ഇന്നത്തെ സന്ദേശം സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേൾക്കുന്ന എല്ലാവർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാകും. അത് വർഷങ്ങളായിട്ട് പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരാളാകാം, ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളാകാം, ആർക്കാണെങ്കിലും ഇന്നത്തെ സന്ദേശം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ സന്ദേശം നിങ്ങളുടെ കുടുംബത്തെ പണിയുകയും വർഷങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ നിൽക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്.
Hallelujah. In some families, ചില കുടുംബങ്ങളിൽ the wife likes casual dress ഭാര്യയ്ക്ക് വളരെ കാഷ്വൽ ആയിട്ട് ഇടുന്ന ഡ്രസ്സുകളാണ് ഇഷ്ടം. and the husband wants everything formal. ഭർത്താവിന് വളരെ ഫോർമൽ ആയിട്ടുള്ള ഔദ്യോഗിക വസ്ത്രങ്ങളാണ് ഇഷ്ടം. In some families, the wife wants to travel a lot. ചില കുടുംബങ്ങളിൽ ഭാര്യയ്ക്ക് ഒത്തിരി യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. But the husband wants to sit at home or sleep. ഭർത്താവിന് വീട്ടിൽ വെറുതെ ഇരിക്കാനോ ഉറങ്ങാനൊക്കെയാണ് ഇഷ്ടം. എടോ നമുക്കൊന്ന് പുറത്തു പോകാം. എവിടെ പോണം? എന്തിനു പോണം? ഇവിടെ ഇരുന്നാ പോരെ. Natural conversations in many families. ഇത് സാധാരണ കുടുംബത്തിൽ നടക്കാറുള്ള സംഭാഷണങ്ങളാണ്. In some families, one of the partners is very, very systematic, organized and orderly. ചില കുടുംബങ്ങളിൽ ഒരാൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചിന്തിക്കുകയും കാര്യങ്ങൾ വളരെ ഓർഡറിലും ക്രമത്തിലൊക്കെ ചെയ്യുന്ന ഒരാളാണ്. Then the other person comes. മറ്റേ ആൾ വരുന്നു. Just like a Thorapan. He comes and everything is mess. എല്ലാം താറുമാറാക്കും. രാവിലെ തുടങ്ങി വൈകിട്ട് വരെ നിന്ന് എല്ലാം അതത് സ്ഥലത്ത് വെച്ച് അടിച്ച് തൂത്ത് റെഡിയാക്കി മിനുക്കി തിളക്കി വെച്ചു. ഈ മനുഷ്യൻ വിത്തിൻ 3 minutes ഹിരോഷിമ ആൻഡ് നാഗസാക്കി. Usually one partner is very stingy and the other is very luxurious. സാധാരണഗതിയിൽ ഒരു ജീവിത പങ്കാളിയിൽ ഒരാൾ വളരെ പിശുക്കി ചെലവാക്കുന്ന ആളായിരിക്കും, മറ്റേ ധാരാളിയായിരിക്കും. And one partner may be a bookworm. ഒരാൾ പുസ്തകപ്പുഴുവായിരിക്കും. To the other one, books are allergic. മറ്റേ ആൾക്ക് ബുക്കെന്ന് കേൾക്കുന്നത് അലർജി ആയിരിക്കും. One is a good reader, the other one does not read. ഒരാൾ നല്ല വായനക്കാരനായിരിക്കും, മറ്റാൾ വായിക്കുകയില്ല. This is not to compete but to complete. ഇത് പരസ്പരം തമ്മിലടിക്കാനും മത്സരിക്കുവാനല്ല, പക്ഷെ പരസ്പരം കുറവുകൾ നികത്തുവാനാണ്, പരസ്പര പൂരകങ്ങളാകുവാനാണ്. Shout a big hallelujah. ഒരു വലിയ ഹല്ലേലൂയ. Hallelujah. Hallelujah. In a family, we have to have a priority list. നമ്മളുടെ കുടുംബജീവിതത്തിൽ നമുക്ക് മുൻഗണനയുടെ ഒരു ക്രമം ഉണ്ടായിരിക്കണം, ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം. Write down. എഴുതിയിടുക. My priority list. എൻ്റെ മുൻഗണനാ ക്രമം. My priority list. എൻ്റെ മുൻഗണനാ ക്രമം. Number 1. 1 God. ദൈവം. Number 2. 2 You. നിങ്ങൾ തന്നെ. Number 3. 3 your spouse. നിങ്ങളുടെ ജീവിത പങ്കാളി. Number 4. 4 your children. നിങ്ങളുടെ മക്കൾ. Number 5. 5 other family members and in-laws. നിങ്ങളുടെ മറ്റ് കുടുംബാംഗങ്ങൾ, അമ്മായിയപ്പൻ അമ്മായിയമ്മ എന്നിവർ. Number 6. 6 believing and other friends. വിശ്വാസികളും അല്ലാത്തവരുമായ സുഹൃത്തുക്കൾ. Number 7. 7 others. മറ്റുള്ളവർ. This should be the priority in a home. ഒരു കുടുംബത്തിലെ മുൻഗണന കൊടുക്കുന്ന ഓർഡർ, ക്രമം ഇതായിരിക്കണം. After God, ദൈവത്തിന് ശേഷം the most important person in your life is sitting next to you today. ഇന്ന് ദൈവത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയാണ്. But do you give that importance is the question. പക്ഷേ ആ ഒരു പ്രാധാന്യത നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. So many husbands have told me one thing. ഒത്തിരി ഭർത്താക്കന്മാർ എന്നോട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. My wife came only 12 years back. എൻ്റെ ഭാര്യ 12 വർഷത്തിന് മുമ്പേ കയറി വന്നതാ. But my mother came into my life, or I came out of my mother 35-40 years back. എൻ്റെ അമ്മ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് 30-40 വർഷങ്ങൾക്ക് മുമ്പ് വന്നതാ. So who is more important? ആരാണ് ബ്രദറെ My mother or my wife? എൻ്റെ അമ്മയാണോ എൻ്റെ ഭാര്യയാണോ? People have asked me. എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ നമ്മുടെ ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് ജൂലൈ 6 ബുധനാഴ്ച നടക്കുകയാണ്. I really want to invite you personally. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ, if you are a husband or a wife, please come and attend this conference. ഞാൻ വിശ്വസിക്കുന്ന യേശു കർത്താവ് തൻ്റെ കൈകൾ ഒരു കൈ ഭർത്താവിൻ്റെ മേലും ഒരു കൈ ഭാര്യയുടെ മേലും വെച്ച് ആദിയിൽ അനുഗ്രഹിച്ചതുപോലെ കർത്താവ് നിങ്ങളെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കും, തലമുറകളെ അനുഗ്രഹിക്കും. സോ forget all excuses.
do register your names today itself and come prayerfully. ഇപ്പോഴേ പ്രാർത്ഥിക്കുക, കർത്താവ് ഞങ്ങളുടെ കുടുംബജീവിതത്തെ പണിയണമേ. പ്രാർത്ഥനയോടുകൂടെ ഈ കോൺഫറൻസിലേക്ക് വന്നു ചേരുക. ഡെഫിനറ്റ്ലി ദ ലോർഡ് ജീസസ് വിൽ ബ്ലെസ് യു. After marriage, it is your wife, not your mother or mother-in-law. വിവാഹത്തിന് ശേഷം നിങ്ങളുടെ അമ്മയും അമ്മായിയമ്മയുമല്ല, നിങ്ങളുടെ ഭാര്യയാണ് പ്രധാനപ്പെട്ട വ്യക്തി. ഭാര്യയ്ക്ക് ഭർത്താവിന് കൈ കൊടുത്തിട്ട് പറ, നിങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന വ്യക്തി. തമ്മിലൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ, കണ്ണിൽ നോക്കി പറയണേ, നിങ്ങളാണ് ദൈവം കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ പ്രധാന വ്യക്തി. വ്യക്തമായി പറയണം. Hallelujah. ഹല്ലേലൂയ. So after marriage, in the beginning years, the love may be immature. ആ വിവാഹത്തിന് ശേഷം ആദ്യത്തെ ചില വർഷങ്ങളിൽ പക്വതയില്ലാത്ത സ്നേഹമായിരിക്കും. Love between them may be selfish. തമ്മിലുള്ള സ്നേഹം വളരെ സ്വാർത്ഥമായിരിക്കും. But it will have to go through a lot of seasoning and time tests. എന്നാൽ ചില സമയങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ it will become mature love. അത് പക്വതയുള്ള ഒരു സ്നേഹമായി മാറുന്നു. So as time passes by, കാലഘട്ടങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ look here. നോക്കൂ, the love between husband and wife become mature. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം അത് പക്വതയുള്ളതായി മാറുന്നു. It is called an understanding love. അത് പരസ്പരം മനസ്സിലാക്കുന്ന ഒരു സ്നേഹം എന്ന് പറയാം. Hallelujah. ഹല്ലേലൂയ. So in the beginning time, even for silly reasons, the partners will be very sad, grieving. ആദ്യ കാലഘട്ടങ്ങളിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭാര്യയും ഭർത്താവും ഭയങ്കര ദുഃഖിക്കുകയും മുറിവേൽക്കപ്പെടുകയും ചെയ്യും. But when it climbs the steps of understanding love, പക്ഷേ പരസ്പരം മനസ്സിലാക്കുന്ന സ്നേഹത്തിന്റെ ഘട്ടത്തിലേക്ക് നമ്മൾ ചുവടുകൾ വയ്ക്കുമ്പോൾ, even if it is they are not calling each other every hour, it is not a problem to them because they understand each other. He is busy. പരസ്പരം അവർ വിളിക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് പരസ്പരം അറിയാം അദ്ദേഹം തിരക്കുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും. Even if huge gifts are not given, the love remains. It is not drained. വലിയ സമ്മാനപ്പൊതികളൊന്നും നൽകപ്പെടുന്നില്ലെങ്കിലും ആ സ്നേഹം അതുപോലെ നിൽക്കും. കാരണം അറിയാം നിങ്ങൾക്ക് സ്നേഹമുണ്ട്. Hallelujah. ഹല്ലേലൂയ. But in a husband and wife's relationship, doubt will create a lot of problems. എന്നാൽ ഒരു ഭാര്യയും ഭർത്താവും ചേർന്നുള്ള ജീവിതത്തിൽ സംശയം വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. In one moment, all the love earned in so many years will be drained because of one doubt. വളരെ വർഷങ്ങളായിട്ടുള്ള സ്നേഹത്തിന്റെ കൂമ്പാരം ഒരൊറ്റ നിമിഷത്തെ സംശയം കൊണ്ട് ചോർന്നു പോകും. Hallelujah. ഹല്ലേലൂയ. And in the modern age, the main cause is social media. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനുള്ള പ്രധാന കാരണം സോഷ്യൽ മീഡിയയാണ്. WhatsApp, SMS, Facebook, email, so many other mails. അങ്ങനെയുള്ള ഒത്തിരി മെയിലുകൾ. One word can create a hell at home. ഒരൊറ്റ വാക്കിന് നിങ്ങളുടെ കുടുംബം ഒരു നരകമാക്കാൻ കഴിയും. Once in a church, a wife received an SMS from a brother. ഒരിക്കൽ ഒരു ചർച്ചിൽ ഒരു ഭാര്യയ്ക്ക് ഒരു ബ്രദറിൽ നിന്ന് ഒരു SMS കിട്ടി. And in that SMS there was 3 letters, LOL. അതിൽ ഒരു 3 വേർഡുള്ള ഒരു വാക്കുണ്ടായിരുന്നു, LOL. And the husband was not used of all these kinds of languages, short forms. ഇതുപോലുള്ള ഷോർട്ട് ഫോം ഭർത്താവിന് അറിയില്ലായിരുന്നു. Usually LOL means what? LOL എന്ന് പറഞ്ഞാൽ laugh out loud. Yeah, laugh out loud. LOL. That's a short form. പൊട്ടിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു ഷോർട്ടാണ് LOL. But this husband had another interpretation. പക്ഷേ ഭർത്താവ് വേറെ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചു. L is there, O is there. Then I know what. എല്ലുണ്ട് ഓയുണ്ട്, മനസ്സിലായി, പിടികിട്ടി. That man has sent a dash SMS. അവനൊരു പ്രത്യേകമായ SMS അയച്ചത്. That night there was a nuclear war. അന്ന് അവിടെ ഒരു ന്യൂക്ലിയർ യുദ്ധം ആരംഭിച്ചു. And this poor man fell into their midst. ഈ പാവപ്പെട്ട മനുഷ്യൻ അതിനിടയിലേക്ക് ചെന്ന് വീഴേണ്ടി വന്നു. Because the husband called. കാരണം ഭർത്താവ് വിളിച്ചു. And he put in speakerphone. സ്പീക്കർ ഫോൺ ഓൺ ആക്കി. Wife also came. വൈഫും വന്നു. Both of them started fighting. രണ്ടുപേരും ഇങ്ങനെ മുമ്പിൽ നിന്ന് തമ്മിലടിയായി. I am here with this phone. ഞാനിങ്ങനെ ഫോണായിട്ടിരിക്കുകയാണ്. What is the problem? എന്താ പ്രശ്നം? LOL. LOL വന്നു. The whole night they fought. മുഴു രാത്രി അവർ തല്ലുപിടിച്ചു. Beware of social media.
സോഷ്യൽ മീഡിയയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. SMS, WhatsApp messages, Facebook, Twitter. SMS, ട്വിറ്റർ, വാട്സപ്പ് മെസ്സേജുകൾ, ഫേസ്ബുക്ക് എല്ലാം നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. So beware of all social media. എല്ലാ സോഷ്യൽ മീഡിയയും നിങ്ങൾ കരുതലുള്ളവരായിരിക്കണം, സൂക്ഷിക്കേണ്ടതാണ്. Your phone should be accessible to your spouse. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ജീവിത പങ്കാളിക്കും എടുക്കാവുന്ന രീതിയിലായിരിക്കണം. Lock, inner lock. അങ്ങനെ പൂട്ടി അതിന്റെ അകത്തിൽ അകപ്പൂട്ടു. Nobody, even God, can open my SMS. ദൈവത്തിന് പോലും എന്റെ SMS തുറന്നു നോക്കാൻ പറ്റില്ല. That means you are on a dangerous ground. അതിന്റെ അർത്ഥം നിങ്ങളൊരു അപകട നിലയിൽ നിൽക്കുകയാണ്. Be very careful. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. When God created Adam and Eve, ദൈവം ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ, Genesis chapter 1, ഉൽപ്പത്തി 1-ാം അധ്യായം, Genesis chapter 2, 2-ാം അധ്യായം, the Bible says വചനം പറയുന്നു, they were naked and they were not ashamed of. അവർ നഗ്നരായിരുന്നു എന്നാൽ അവർക്ക് ലജ്ജയുണ്ടായിരുന്നില്ല. There is a message in it. അവിടെ ഒരു സന്ദേശമുണ്ട്. Everything was open between them. Everything was transparent between them. Nothing had to be hidden. അതിന്റെ ഇടയിൽ ഒരു സന്ദേശം ഇതാണ്: അവർ തമ്മിൽ ഒന്നും മറക്കേണ്ടതുണ്ടായിരുന്നില്ല, സകലവും നഗ്നവും തുറന്നതുമായിരുന്നു, മാത്രമല്ല എല്ലാം സുതാര്യമായിരുന്നു. Hallelujah. Hallelujah. I'm not saying that we should not wear dress like them. അവരെ പോലെ ഡ്രസ് ഇല്ലാത്തവരായിരിക്കണം എന്നല്ല പറഞ്ഞത്. That is not the meaning. അതല്ല. You can wear good dress, നല്ല വസ്ത്രം ധരിക്കുക, hide your nakedness, നിങ്ങളുടെ നഗ്നത but മറയ്ക്കുക. your life should be open to your spouse. പക്ഷെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഭർത്താവിന് മുൻപിൽ തുറന്നതായിരിക്കണം. ഒരു 10 ഹല്ലേലൂയ പറ എവിടെന്നെങ്കിലും. ആക്ഷൻ പ്ലാൻ എഴുതുക. അടുത്ത ആക്ഷൻ പ്ലാൻ നിങ്ങൾ എഴുതുക. I will not hide anything from my spouse. എന്റെ ജീവിത പങ്കാളിയിൽ നിന്നും ഒരു കാര്യവും ഞാൻ ഒളിച്ചു വയ്ക്കുകയില്ല. Brother Damien ministering in USA. Festival of Blessings, Houston. July 15th, Friday, 7 p.m. July 16th, Saturday, 7 p.m. July 17th, Sunday, 10:30 a.m. International Bible Church, 12955 Stafford Road, Stafford, Texas, 77477, USA. New York Blessing Festival, July 23rd, Saturday, 6 p.m. Tyson Center, 26 North Tyson Avenue, Floral Park, New York, 11001. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വർക്കല ജൂലൈ 1 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. UD ഓഡിറ്റോറിയം, പോസ്റ്റ് ഓഫീസിന് സമീപം, അമ്പലം റോഡ്, വർക്കല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജൂലൈ 2 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിന് സമീപം, തിരുവല്ല. ഇദ്ദേഹത്തിൻ്റെ പേര് ഷാജി എന്നാണ്. വടുതലയിൽ നിന്നാണ് താൻ വരുന്നത്. ഓക്കെ. ഷാജി പറഞ്ഞത് 3 മാസങ്ങൾക്ക് മുൻപ് താൻ ഞായറാഴ്ച ആരാധനയ്ക്ക് വരാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒന്ന് എടുക്കാൻ വേണ്ടി താൻ പെട്ടെന്ന് കുനിഞ്ഞു. കുനിഞ്ഞ സമയത്ത് ശക്തമായ വയറുവേദന വന്നു. നിവരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തനിക്ക്. കുടവയറുള്ളതുകൊണ്ടാണോ? സൈഡിലാണെന്ന്. കുടവയറിനല്ല, സൈഡിലാണ്. ഓക്കെ. പക്ഷേ അന്നത്തെ ആ വേദന നിമിത്തം തനിക്ക് അന്നത്തെ ആരാധനയിൽ വരാൻ പറ്റിയില്ല. പിറ്റേ ദിവസം താൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും വയറുവേദനയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അവർ മടക്കി അയച്ചു. വേദനയ്ക്ക് കുറവ് വന്നു. താൻ സാധാരണ പോലെ ജോലിക്ക് പോകാൻ തുടങ്ങി. പക്ഷെ പിറ്റേ ആഴ്ചയിലും ഇതുപോലെ തന്നെ വീണ്ടും ഞായറാഴ്ച ആയപ്പോഴേക്കും വയറിൽ ശക്തമായ വേദന വന്നു. ആ ഞായറാഴ്ചയും തനിക്ക് അന്ന് വരാൻ ഞായറാഴ്ചയാണ് ഇത് വരുന്നത്. ആ ഞായറാഴ്ചയും വേദന വന്നു. പക്ഷേ ആ വേദന അവഗണിച്ചുകൊണ്ട് താൻ അന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി വന്നു. ഓക്കെ.
പക്ഷെ അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ചെന്നു. ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു നാളെ ഒരു സ്കാൻ ചെയ്യണം, അതുകൊണ്ട് നാളെയും വരണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും അവർ സ്കാൻ ചെയ്തതിന് ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞു മൂത്രത്തിൽ കല്ലുണ്ട്, അതുകൊണ്ടാണ് ഈ വേദന. അതാണ് വേദന. പക്ഷെ അതല്പം വലിപ്പം കൂടുതലായതുകൊണ്ട് ഒരു സർജറിയിലൂടെ മാത്രമേ അത് മാറ്റാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇവരുടെ വീട്ടിൽ അന്നത്തെ ആ നാളുകളിൽ വീടിൻ്റെ റെനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നത് കൊണ്ടും സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും സർജറി ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഷാജി ബ്രദർ പറഞ്ഞു എൻ്റെ ശരീരത്തിൽ ഒരു കത്തി വെക്കാതെ തന്നെ യേശു ഇത് സൗഖ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്വന്തം അപ്പനോട് മോൻ പറഞ്ഞു എനിക്ക് കത്തി വേണ്ട, സൗഖ്യം മതി. അതെ, അങ്ങനെ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഷാജി ബ്രദറിൻ്റെ ഒരു പ്രത്യേകത, താൻ ഇവിടെ മോർണിംഗ് ഗ്ലോറി ആരംഭിച്ച അന്ന് മുതൽ ഈ വർഷം ജാനുവരി മാസം 1 മുതൽ മോർണിംഗ് ഗ്ലോറിയിൽ താൻ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ 3 മാസം മുതൽ താൻ ഇതിനു വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സംഭവിച്ചൊരു കാര്യം, കഴിഞ്ഞ ആഴ്ചയിൽ ചൊവ്വാഴ്ച ദിവസം അവിടെ ആ മോർണിംഗ് ഗ്ലോറിയിൽ ആരാധന നടക്കുന്ന സമയത്ത് തൻ്റെ ശരീരത്തിലേക്ക് ഒരു തീ ഇറങ്ങുന്നത് പോലത്തെ ഒരു അനുഭവം ഉണ്ടായി. ശക്തമായി തൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ഓക്കെ. ആ നിമിഷം മുതൽ തനിക്ക് ആ വേദനയിൽ ഒരു വലിയ ആശ്വാസം തുടങ്ങി. അസ്വസ്ഥമാക്കുന്ന ഒരു വേദനയായിരുന്നു അതുവരെ തൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. തനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അന്നത്തെ ആരാധനയ്ക്ക് ശേഷം വലിയ ആശ്വാസം ഉണ്ടായി. താൻ വീട്ടിൽ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നി. ടോയ്ലറ്റിൽ പോയി മടങ്ങി വന്നു. വീണ്ടും ഒന്നുകൂടെ പോകണമെന്ന് തോന്നി. താൻ അവിടെ ചെന്ന് യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ യൂറിനിലൂടെ തൻ്റെ കിഡ്നിയിലുണ്ടായിരുന്ന സ്റ്റോൺ പുറത്തേക്ക് വന്നു. അത് പുറത്തേക്ക് പോയി. പിന്നെ ഡോക്ടർ പറഞ്ഞത് ഇത് പുറത്തേക്ക് പോരില്ല, ഇത് ഓപ്പറേഷൻ കൂടാണ്ട് പുറത്തേക്ക് പോയി. കാരണം എനിക്കിപ്പോൾ കാണാൻ എൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഉമ്മണി വലുതാ, അതൊരു മൂത്രനാളിയിലൂടെ പുറത്തേക്ക് വരാൻ പറ്റാത്ത അത്രയും വലുതാണ് ഈ കല്ല്. ഡോക്ടേഴ്സ് പറഞ്ഞു പുറത്തേക്ക് വരില്ല. പക്ഷെ ദൈവത്തിൻ്റെ തീ മനുഷ്യൻ്റെ മേൽ ഇറങ്ങിയപ്പോൾ കുലുക്കേണ്ടതിനെ കുലുക്കി, എടുക്കേണ്ടതിനെ കർത്താവ് പുറത്തെടുത്തു. കൈയടിക്കുവാണെങ്കിൽ നന്നായിട്ട് അടിക്കണം. കിഡ്നി സ്റ്റോണിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കടിച്ചോ, കൈ അടിച്ചോ, തീ ഇറങ്ങട്ടെ. എപ്പോഴെങ്കിലും ടോയ്ലറ്റിൽ പോകാൻ തോന്നി അങ്ങ് പോയേക്കുക, വെളിയിൽ പോകേണ്ടതെല്ലാം പോകും. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവെ, തനിക്ക് കൊടുത്ത വിശ്വാസത്തിനായി നന്ദി. ദൈവത്തോട് താൻ നേരിട്ട് സംസാരിച്ച് കത്തി വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ ദൈവം ആ വിശ്വാസത്തെ മാനിച്ചല്ലോ, അതിനായി നന്ദി പറയും. ഈ സമയത്ത് ഈ സാക്ഷ്യം കേട്ട് വിശ്വസിക്കുന്നവർ കൈകൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. രോഗത്തിന് മാത്രമല്ല, ഏത് പ്രശ്നത്തിലും കർത്താവ് മതിയായവനാണെന്ന് വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ആ വിഷയത്തിലേക്ക് സ്വന്തം പിതാവിനെ, സ്വർഗീയ പിതാവിനെ ക്ഷണിക്കുക. യേശുവേ, അങ്ങ് വരണമേ, അങ്ങൊന്ന് വന്ന് ഒരു അത്ഭുതം എനിക്ക് നാളുകളിൽ ഒരു ദിവസം ഇവിടെ നിന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയണം. എല്ലാവരും പറഞ്ഞ ശക്തനായവൻ, അങ്ങനെ പറഞ്ഞാൽ പോരെ, ശക്തിയോടെ പറ, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അത് പറയാനുള്ള ഭാഗ്യം എനിക്ക് നൽകണമേ, യേശുവിൻ്റെ നാമത്തിൽ. വിവാഹിതരായ എല്ലാവർക്കും വേണ്ടി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് 2016. ജൂലൈ 6 ബുധനാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും മറ്റ് പ്രഗത്ഭരായ ഫാമിലി കൗൺസിലേഴ്സും ക്ലാസുകൾ നയിക്കുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 101.
നമുക്ക് ചേർന്ന് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കൈ നീട്ടി വലിയ വിടുതലുകൾ അയക്കണമേ. ആസ്മ രോഗമുള്ള കുറേയധികം പേരെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതുപോലെ തന്നെ സന്ധിവാതം, ആർത്രൈറ്റിസ് മുതലായ രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. കാൽ മുട്ടുകൾക്കകത്ത് സൗഖ്യങ്ങൾ നടക്കുന്നു. പൈൽസ് രോഗം മാറിപ്പോകട്ടെ. യൂട്രസിനകത്തുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. ലിവർ സിറോസിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞാൻ നിങ്ങളുടെ രോഗങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ സമയത്ത് നിങ്ങൾ ഉള്ളിൽ വിശ്വസിക്കുക. പ്രശ്നങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും ഉള്ളിൽ വിശ്വസിക്കുക. ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചുകൊണ്ട് കർത്താവെ, വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഏവർക്കും വേണ്ടി അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. അസ്ഥികൾക്കകത്തുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിയേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഭവനം വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുനാമത്തിൽ ആ വിടുതലുകൾ ഇപ്പോൾ അങ്ങ് ചൊരിയുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് തീർച്ചയായും വരണം. അത് കൂടാതെ പ്രത്യേകിച്ച് ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളും CD-കളും, എൻ്റെ പ്രാർത്ഥന ഡയറി, ആശിഷ്മാരി, അതുപോലെ വിന്നേഴ്സ് ഫാക്ടറി തുടങ്ങിയ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.